നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTCയിലെ എല്ലാ പുരുഷ ജീവനക്കാർക്കുമിടയിൽ ബ്രത്ത് അനലൈസർ പരിശോധന നിർബന്ധമാക്കണമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്ത്. ജീവനക്കാർ മദ്യപിച്ച് ജോലിക്കെത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. എന്നാൽ എല്ലാവരെയും പരിശോധിക്കുന്നത് ആത്മാഭിമാനത്തെ ബാധിക്കും. യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതും ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്നതും അംഗീകരിക്കാനാകില്ലെന്നും തൊഴിലാളി സംഘടന വ്യക്തമാക്കി. ജീവനക്കാരിൽ ചെറിയ വിഭാഗം മാത്രമാണ് ക്രമക്കേട് കാണിക്കുന്നത്. ഒന്നടങ്കം പരിശോധിക്കുന്നതും ആക്ഷേപിക്കുന്നതും ശരിയല്ലെന്ന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ പറഞ്ഞു. എല്ലാ ജീവനക്കാരിലും പരിശോധന നടത്തണമെന്ന നിർദ്ദേശത്തിനെതിരെയാണ് തൊഴിലാളി സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇതുവരെ പരിശോധിച്ചിരുന്നത് മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയമുള്ളവരെ മാത്രമായിരുന്നു. KSRTCയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട്. സംശയം തോന്നുന്നവരെ മാത്രം പരിശോധിക്കുന്ന പഴയ രീതി തന്നെ തുടരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ മോശം പ്രവണതയെ വിമർശിച്ച് മന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ഡ്യൂട്ടിക്കെത്തുമ്പോൾ മദ്യപിച്ചെന്ന് കണ്ടെത്തിയാൽ ഒരു ദിവസത്തേക്കും, ജോലിക്കിടയിൽ പിടിക്കപ്പെട്ടാൽ 5 ദിവസത്തേക്കും മാറ്റി നിർത്തും. ആ ദിവസത്തെ സർവീസ് പെൻഷൻ പോലും കണക്കാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരും ഡ്യൂട്ടിക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവരും KSRTCയിൽ ഉണ്ടെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം.